ഇന്ന് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന നല്ല നാടൻ രസത്തിൻ്റെ റെസിപ്പിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എളുപ്പമാണ്. പിഴിപുളിയാണ്. ആവശ്യത്തിന് പിഴിപുളി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു നല്ല പഴുത്ത തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി. ഒരു ബൗളിലോട്ട് നമുക്ക് ഈ തക്കാളി ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം വിടാം. പിഴിപുളിക്കും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചു വിടാവേ. ഒന്ന് കുതിർന്നോട്ടെ പുളി. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ലേ, ഇതിൻ്റെ സ്കിന്നിങ്ങനെ ഊരി വരും. ആ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കതൊരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞു വെക്കാവേ. കണ്ടില്ലേ, ഇനി ഇത് നമുക്ക് ചെറുതാക്കി അരിയാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയേ, വെളുത്തുള്ളിയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൾസ് ബട്ടണിലിട്ട് ഇതുപോലെ ആകാവുള്ളേ, അരയാൻ പാടില്ല. ഇനി എളുപ്പം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് മിക്സ് ഇട്ട് ഒന്ന് പച്ചമണം മാറി ആ കുരുമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുമേ. നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ, അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി ജസ്റ്റ് പച്ചമണമൊന്നും ഇല്ല, ചൂടുവെള്ളത്തിൽ ഇട്ട് എടുത്തുകൊണ്ട് നല്ല വെന്ത് ആവശ്യത്തിന് വേവുകയും ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറുകയും ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, 1/4 ടീസ്പൂൺ കായപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ. എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒരു തക്കാളി ഇട്ടല്ലേ നമ്മൾ വെക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കണ്ടില്ലേ, ഇത്രയും മതി. ചെറിയ ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒഴിച്ച് എളുപ്പമാണ്, പെട്ടെന്നാവുന്ന റെസിപ്പിയാണ്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് പിഴിപുളി കണ്ടില്ലേ, പിഴിപുളി ഞാൻ ആവശ്യത്തിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എൻ്റെ നല്ല നാടൻ പിഴിപുളി ആയതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ നല്ല കുറുകുറാന്ന് വന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞ് ഇനി നല്ലൊരു തിളയ്ക്കുമ്പം നല്ല നാടൻ രസം റെഡി. കണ്ടില്ലേ, നല്ലപോലെ തിളച്ചപ്പോൾ ചോറിലോട്ട് ഒഴിച്ച് നല്ലൊരു മീൻ ഫ്രൈയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ രസം റെസിപ്പി. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഇടാനും മറക്കല്ലേ. താങ്ക് യു.